Hello everyone, welcome to G-Pod Humanities. It's me and Nafi. എല്ലാവർക്കും മക്കളെ G-Podന്റെ ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ മക്കളെ പല ആളുകളുടെയും സംശയമാണ് ഹ്യൂമാനിറ്റീസ് പഠിച്ചാൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, എന്താണ് നമുക്ക് ഭാവിയിൽ ചെയ്യാൻ പറ്റുക, വാട്ട്സ് ആഫ്റ്റർ ഹ്യൂമാനിറ്റീസ് അല്ലെ, ഹ്യൂമാനിറ്റീസ് പഠിച്ചാൽ നമുക്ക് എന്തൊക്കെ ജോലി കിട്ടില്ല. പല കുട്ടികളും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, സാറേ അതിനൊരു വീഡിയോ ചെയ്യുമെന്ന്. യെസ്, നിങ്ങൾക്കുള്ളൊരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടിരിക്കുന്നത്. അപ്പോൾ വാട്ട്സ് ആഫ്റ്റർ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ജോലി സാധ്യതകളാണുള്ളത്, എന്തൊക്കെ കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആട്ടോ, ഇൻഡെപ്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ കോഴ്സുകൾ ചൂസ് ചെയ്യാം, എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ലിങ്ക് ഷെയർ ചെയ്യുക. കാരണം പല ആളുകളും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഹ്യൂമാനിറ്റീസ് എടുത്തൊരു സ്കോപ്പും ഇല്ല, ഹ്യൂമാനിറ്റീസ് എടുത്തൊരു മെച്ചമില്ല എന്നൊക്കെ പല ആളുകളും കുട്ടികളെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ സയൻസ് എടുക്കുകയാണെങ്കിലും കൊമേഴ്സ് എടുക്കുകയാണെങ്കിലും ഹ്യൂമാനിറ്റീസ് എടുക്കുകയാണെങ്കിലും വിച്ച് സ്ട്രീം യു ടേക്കില്ല, ഏതൊരു സ്ട്രീം എടുത്ത ആളാണെങ്കിലും നിങ്ങൾക്ക് എന്തുണ്ട് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. സോ നമുക്ക് ഹ്യൂമാനിറ്റീസ് എടുത്തതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് BA കോഴ്സുകൾ. നിങ്ങളിപ്പോൾ ഹ്യൂമാനിറ്റീസിൽ ഹിസ്റ്ററി ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, സോഷ്യോളജി ഉണ്ട്, അതിൻ്റെയൊക്കെ BA ഡിഗ്രി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. BA ഹിസ്റ്ററി എടുക്കാം, BA പൊളിറ്റിക്സ് എടുക്കാം, BA സോഷ്യോളജി എടുക്കാം. അതേപോലെ തന്നെ എന്തുണ്ട് ഒരുപാട് കോഴ്സുകളുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET ഉണ്ട് അല്ലേ, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അഥവാ CUET ഉണ്ട്. നിങ്ങൾക്ക് ഔട്ട് ഓഫ് കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഈ പറഞ്ഞ കോഴ്സുകൾ അല്ലേ, BA സോഷ്യോളജി, BA ഹിസ്റ്ററി, BA എക്കണോമിക്സ്, BA പൊളിറ്റിക്കൽ സയൻസ്, അങ്ങനത്തെ ഒരുപാട് BA കോഴ്സുകളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ ടോപ്പ് ലെവൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു എൻട്രൻസ് എക്സാം ആണ് ഇത് CUET അഥവാ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. അപ്പോൾ ഈ ഒരു എൻട്രൻസ് എക്സാം ഒക്കെ നിങ്ങൾ എഴുതി അതൊക്കെ പഠിച്ച് മുന്നോട്ടേക്ക് പോകുകയാണെങ്കിൽ ഇന്ത്യയിലെ ടോപ്പ് ലെവൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റില്ല. അതായത് ഇന്ത്യയുടെ ടോപ്പ് ലെവൽ കോളേജിൽ ഇനി നിങ്ങൾക്ക് CUET ചെയ്താൽ താല്പര്യമില്ല, കേരളത്തിൽ തന്നെ പഠിക്കാനാണ് താല്പര്യമെങ്കിലും കേരളത്തിലെ അടിപൊളി കോളേജിൽ ഇരുന്നുണ്ട് ഈ ഒരു BA കോഴ്സ് നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് BA ഹിസ്റ്ററി എടുത്താൽ എന്താ, അതിനൊക്കെ MA ഹിസ്റ്ററി എടുത്തിട്ട് ടീച്ചർ ആവാം, അല്ലെങ്കിൽ BA പൊളിറ്റിക്സ് സയൻസ് MA പൊളിറ്റിക്സ് സയൻസ് എടുത്തിട്ട് ടീച്ചർ ആവാം, പൊളിറ്റിക്കൽ അനലിസ്റ്റ് ആവാം. അങ്ങനത്തെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എന്തുണ്ട് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് ഒരു BA കോഴ്സ് എടുക്കാം. അല്ലെങ്കിൽ BMMC ഉണ്ട്, അതായത് മൾട്ടിമീഡിയ കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു TV ജേർണലിസ്റ്റ് ആവാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഒരു മീഡിയ റെപ്രസെൻറ്റേറ്റീവ് ആവാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, അതിനൊക്കെ നിങ്ങളെ സഹായിക്കുന്ന ഒരു കോഴ്സാണ് ഇത് BMMC. പിന്നെ നിങ്ങൾക്ക് LLBക്ക് പോകാം അല്ല, നിങ്ങൾക്ക് അഡ്വക്കേറ്റ് വക്കീലാവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കോഴ്സാണ് LLB. അതുപോലെ ഗ്രാഫിക് ഡിസൈനിങ്, ഫാഷൻ ഡിസൈനിങ് പോലുള്ള നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ റിലേറ്റഡ് കോഴ്സുകൾ എടുക്കാൻ നിങ്ങൾക്ക് എന്ത് പറ്റും, ഹ്യൂമാനിറ്റീസ് പഠിച്ചാൽ പറ്റും. പിന്നെ ട്രാവൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി, ട്രാവൽ റിലേറ്റഡ്, നിങ്ങൾ ട്രാവൽ ഏജൻറ്റ് ആവാനോ ഒരു ടൂർ ഗൈഡ് ആവാനോ അല്ലെങ്കിൽ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ചെയ്യാൻ നിങ്ങൾ എന്ത് ഹെൽപ്പ് ചെയ്യും, ഈ ഒരു ട്രാവൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി കോഴ്സ്. പിന്നെ സൈക്കോളജി ആൻഡ് സോഷ്യൽ വർക്കിൽ, അതായത് നിങ്ങൾക്ക് BA സൈക്കോളജി ഒക്കെ എടുത്തിട്ട് ആ ലെവലുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആവാനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നുണ്ട്. സോഷ്യൽ വർക്കിൽ, അതായത് PR വർക്കൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, അങ്ങനത്തെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എന്തുണ്ട് നിങ്ങൾക്ക് +2 ഹ്യൂമാനിറ്റീസ് ശേഷം എടുക്കാൻ പറ്റിയ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഇതിലുണ്ട്. ഇനി അത് മാത്രമല്ല, ഈ നിങ്ങളൊരു ഹ്യൂമാനിറ്റീസ് വിഷയത്തിൽ ഒരു ഡിഗ്രി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ടീച്ചിങ് ഫീൽഡിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പോലെ ടീച്ചിങ് ഫീൽഡിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിൽ ഏതെങ്കിലും ഡിഗ്രി എടുത്തതിന് നിങ്ങൾക്ക് എന്തെടുക്കാം, B.Ed എടുക്കാം. അതേപോലെ തന്നെ BMMC, അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു ഡിഗ്രി മാത്രം പോരാന്നുണ്ടെങ്കിൽ MCJ ഉണ്ട് അല്ലെ, മാസ്റ്റേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ ജേർണലിസ്റ്റ് ഉണ്ട്. MA എടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഹിസ്റ്ററി നിങ്ങൾ BA എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PGക്ക് MA ഹിസ്റ്ററി എടുക്കാം, അല്ലെങ്കിൽ MA പൊളിറ്റിക്കൽ സയൻസ് എടുക്കാം, MA സോഷ്യോളജി എടുക്കാം, അല്ലെങ്കിൽ LLB അല്ലെങ്കിൽ അതിന് LLM എടുക്കാം. അങ്ങനത്തെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആഫ്റ്റർ ഡിഗ്രി ഉണ്ട്. ഇനി നിങ്ങൾ ഹ്യൂമാനിറ്റീസ് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, ടീച്ചർ അല്ലേ, നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ടീച്ചർ, അതായത് ഹൈസ്കൂൾ ലെവൽ, ഹൈസ്കൂളിലും UPയിലൊക്കെ സോഷ്യൽ സയൻസ് എടുക്കുന്ന ടീച്ചർ, അതേപോലെ ഹയർ സെക്കൻഡറിയിൽ ഹിസ്റ്ററി, പൊളിറ്റിക്സ്, സോഷ്യോളജി, സോഷ്യൽ വർക്ക്, എക്കണോമിക്സ്, ഇതിൻ്റെയൊക്കെ ടീച്ചറാവാൻ നിങ്ങൾ എന്ത് ചെയ്യും, ചിലപ്പോൾ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് എടുത്താൽ സാധിക്കും കേട്ടോ. റിസർച്ചർ, ജേർണലിസ്റ്റ്, നിങ്ങൾക്ക് വിഷ്വൽ മീഡിയ ജേർണലിസ്റ്റോ അല്ലെങ്കിൽ TV ജേർണലിസ്റ്റോ അല്ലെങ്കിൽ റിപ്പോർട്ടർ, അങ്ങനെ പലതും നിങ്ങൾക്ക് എന്ത് ചെയ്യും ആഫ്റ്റർ ഹ്യൂമാനിറ്റീസ് സാധിക്കും. അഡ്വക്കേറ്റ്, സിവിൽ സർവീസിൽ, അതായത് ഹ്യൂമാനിറ്റീസ് എടുത്ത ഒരുപാട് കുട്ടികൾക്ക് IAS IPS IFSI അങ്ങനത്തെ ഒരുപാട് പിന്നെ സിവിൽ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നേടാൻ സഹായിച്ചിട്ടുണ്ട്. ഗ്രാഫിക് ഡിസൈനർ, ഫാഷൻ ഡിസൈനർ, ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഇന്റീരിയർ ഡിസൈനർ, സൈക്കോളജിസ്റ്റ്, ആർട്ടിസ്റ്റ്, ഇങ്ങനത്തെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തുണ്ട് ആഫ്റ്റർ ഹ്യൂമാനിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ഹ്യൂമാനിറ്റീസ് ജസ്റ്റ് ഇങ്ങനെ എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല, ഞാൻ വെറുതെ എടുത്താന്ന് വിചാരിക്കാതെ, എന്നെക്കൊണ്ട് ഹ്യൂമാനിറ്റീസ് പഠിച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഫീൽഡിലേക്ക് പോകാൻ ഞാൻ സഹായിക്കുന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് റിസൾട്ട് കിട്ടും. ഇപ്പോൾ നിങ്ങൾ കൊമേഴ്സ് ആണ് നിങ്ങൾ ഫ്രണ്ട് എടുത്തെങ്കിലും സയൻസ് ആണ് നിങ്ങൾ ഫ്രണ്ട് എടുത്തെങ്കിലും അവരും നിങ്ങളുമൊക്കെ ഒരുപോലെയാണ്. കാരണം അവർക്ക് ഇഷ്ടമുള്ള
ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന സ്ട്രീം എടുത്തു, നിങ്ങളും അവരെ പോലെ സ്ട്രീം എടുത്തു. സോ ആഫ്റ്റർ സയൻസ് ജോലി ഇല്ലാതെ നിൽക്കുന്നവരുണ്ട്, ആഫ്റ്റർ കൊമേഴ്സ് ഫ്യൂച്ചർ എന്താണെന്ന് അറിയാത്തവരുണ്ട്, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിലുള്ളൂ. നിങ്ങൾ സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഏത് സ്ട്രീം എടുക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് വ്യക്തമായൊരു പ്ലാൻ ഉണ്ട്, കൃത്യമായൊരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്കില്ല് മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ ആഫ്റ്റർ പ്ലസ് ടു ഒരു അടിപൊളി ജോബിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ സാധിക്കട്ടെ. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കട്ടോ. സോ നിങ്ങൾ ആഫ്റ്റർ പ്ലസ് ടു നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് BA കോഴ്സ്, BMMC കോഴ്സ്, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ എടുക്കുക. നിങ്ങളുടെ സ്കില്ല് ഏതാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് സെറ്റാക്കുക. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുത്താൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒരുപാട് ജോബിലേക്ക് നമുക്ക് എത്താൻ പറ്റും, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈവൻ TV അല്ലെങ്കിൽ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്കില്ല് ഉപയോഗിച്ച് നന്നായിട്ട് എന്ത് ചെയ്യുക, ഹ്യൂമാനിറ്റീസ് പഠിച്ച് സെറ്റാക്കിയാൽ ദ ബെസ്റ്റ് റിസൾട്ട് വിൽ ബി യുവേഴ്സ്. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഷെയർ ചെയ്തോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടെൻഷന് പേടിയൊക്കെ ഉണ്ടെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയച്ചിട്ടോ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.